everyone, welcome to Kids Area Online. Class 3, നാളെ EVS exam ആണ്. എല്ലാവരും പഠിച്ചു തുടങ്ങിയോ? കഴിയാറായി അല്ലേ? ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാവോ? റെഡി ആണോ നിങ്ങൾ? യെസ്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2026ന്റെ EVS എക്സാമിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. നോക്കാം. ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാലഡ് മേക്കിംഗ്. റെസിപ്പി എഴുതുക. റെസിപ്പി എഴുതുകാനാണ്. ഒരു സാലഡ് ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി എഴുതുക. റെഡി ആണല്ലോ? സാലഡ് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? വെജിറ്റബിൾസ് വേണം, ഫ്രൂട്ട്സ് വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം, ഫ്രൂട്ട്സ് എടുക്കാം. എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ടീച്ചർ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിരിക്കും കേട്ടോ. വാഷ് ഓൾ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാഷ് ചെയ്യുക, നല്ലതുപോലെ വാഷ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വാഷ്. വാഷ് ഓൾ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഓർമ്മയിരിക്കോ? വാഷ് ഓൾ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. രണ്ടാമത് എന്ത് ചെയ്യണം? അതിനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം, ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. കട്ട് ദം ഇൻറ്റു സ്മോൾ പീസസ്. കട്ട് ദം ഇൻറ്റു സ്മോൾ പീസസ്. നമ്മൾ അതിന് എന്ത് ചെയ്യണം? ചെറിയ കഷ്ണങ്ങളായി മുറിക്കണം. പുട്ട് ദം ഇൻ എ ലാർജ് ബൗൾ. ഒരു ലാർജ് ബൗളിൽ നമ്മൾ ഇതിടണം. കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലാർജ് ബൗളിൽ ഇതിടണം. പുട്ട് ദം ഇൻ എ ലാർജ് ബൗൾ. എന്നിട്ട് എന്താ ചെയ്യുക? ആഡ് എ ലിറ്റിൽ സോൾട്ട് ആൻഡ് പെപ്പർ. അതിൽ കുറച്ച് ഉപ്പിടണം, അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇടണം. ആഡ് എ ലിറ്റിൽ സോൾട്ട് ആൻഡ് പെപ്പർ. ആഡ് എ ലിറ്റിൽ സോൾട്ട്. ആഡ് എ ലിറ്റിൽ സോൾട്ട് ആൻഡ് പെപ്പർ. ഓക്കെ, കുറച്ച് ഉപ്പും പെപ്പറും ഇടുക. സ്ക്വീസ് സം ലെമൺ ജ്യൂസ് ഓവർ ഇറ്റ്. അതിന് മുകളിൽ കൂടി കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. സ്ക്വീസ് ചെയ്ത് ഒഴിക്കുക, പിഴിഞ്ഞൊഴിക്കുക. സ്ക്വീസ് സം ലെമൺ ജ്യൂസ് ഓവർ ഇറ്റ്. അതിന് പുറത്ത് കുറച്ച് ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കുക. മിക്സ് എവറിത്തിങ് വെൽ. നല്ലതുപോലെ മിക്സ് ചെയ്യുക, ഇളക്കുക. മിക്സ് എവറിത്തിങ് വെൽ. ദ സാലഡ് ഈസ് റെഡി ടു ഈറ്റ്. ഇപ്പോൾ സാലഡ് കഴിക്കാനായി റെഡി ആയിട്ടുണ്ട്. സാലഡ് ഈസ് റെഡി ടു ഈറ്റ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞെന്ന് ഓർമ്മയിരിക്കോ? സാലഡ് മേക്കിംഗ് എങ്ങനെയാ? വാഷ് ഓൾ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, കട്ട് ദം ഇൻറ്റു സ്മോൾ പീസസ്, പുട്ട് ദം ഇൻ എ ലാർജ് ബൗൾ, ആഡ് എ ലിറ്റിൽ സോൾട്ട് ആൻഡ് പെപ്പർ, സ്ക്വീസ് സം ലെമൺ ജ്യൂസ് ഓവർ ഇറ്റ്, മിക്സ് എവറിത്തിങ് വെൽ, ദ സാലഡ് ഈസ് റെഡി ടു ഈറ്റ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. രണ്ടാമത്തെ ചോദ്യം ഹെൽത്ത് ബെനിഫിറ്റ്സ് തമ്മിൽ മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. കോളം എയിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ട്, പഴങ്ങളും പച്ചക്കറികളും ഉണ്ട്. പൾസസ്, മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ്, പരിപ്പ്, പാൽ, ഇറച്ചി, മുട്ട, മീൻ തുടങ്ങിയ സാധനങ്ങളുണ്ട്. സിറൽസ് ആൻഡ് ട്യൂബേഴ്സ്, ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഉണ്ട്.
കോളം ബിയിൽ ഹെൽപ്സ് ടു ഗ്രോ വെൽ, നന്നായി വളരാൻ സഹായിക്കുന്നു എന്നുണ്ട്. ഗീവ്സ് സ്ട്രെങ്ത് ടു വർക്ക്, ജോലി ചെയ്യാൻ ശക്തി നൽകുന്നു എന്നുണ്ട്. പ്രൊട്ടക്ട്സ് ഫ്രം ഡിസീസസ്, രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു എന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് തമ്മിൽ മാച്ച് ചെയ്യണം. എങ്ങനെ മാച്ച് ചെയ്യാം? ആൻസർ അറിയാവോ? ഫസ്റ്റ് ഒന്നാമത്തത് എന്താണ്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്താ ചെയ്യുന്നത്? പ്രൊട്ടക്ട്സ് ഫ്രം ഡിസീസസ്. പ്രൊട്ടക്ട്സ് ഫ്രം ഡിസീസസ്. അപ്പൊ ഒന്ന് എന്തിലോട്ട് വരയ്ക്കുക? സിയിലോട്ട് വരയ്ക്കുക. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്താ ചെയ്യുന്നത്? പ്രൊട്ടക്ട്സ് ഫ്രം ഡിസീസസ്, രോഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. രണ്ടാമത്തത് പൾസസ്, മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ്. പരിപ്പ്, പാൽ, ഇറച്ചി, മുട്ട, മീൻ. അതെന്താ ചെയ്യുന്നത്? നന്നായി വളരാൻ സഹായിക്കുന്നു. ഇതെല്ലാം എന്താ? ഹെൽപ്സ് ടു ഗ്രോ വെൽ. ഹെൽപ്സ് ടു ഗ്രോ വെൽ, നന്നായി വളരാൻ സഹായിക്കുന്നവയാണ് പൾസസ്, മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ്. ഇനി സെറൽസ് ആൻഡ് ട്യൂബേഴ്സ്, അത് നമുക്ക് അറിയായിരിക്കുമല്ലോ. ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും എങ്ങോട്ടേക്കാ വരയ്ക്കുക? ഗീവ് സ്ട്രെങ്ത് ടു വർക്ക്, ജോലി ചെയ്യാൻ ശക്തി കിട്ടും. സെറൽസ് ആൻഡ് ട്യൂബേഴ്സ്, ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഗീവ് സ്ട്രെങ്ത് ടു വർക്ക്, ജോലി ചെയ്യാൻ ശക്തി നൽകും. അപ്പൊ ഇത് മൂന്ന് മനസ്സിലായോ? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്താണ്? പ്രൊട്ടക്ട്സ് ഫ്രം ഡിസീസസ്, രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. പൾസസ്, മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ് അതെന്താ? ഹെൽപ്സ് ടു ഗ്രോ വെൽ, നന്നായി വളരാൻ സഹായിക്കുന്നു. സെറൽസ് ആൻഡ് ട്യൂബേഴ്സ് എന്താ സഹായിക്കുന്നത്? ഗീവ് സ്ട്രെങ്ത് ടു വർക്ക്. ക്ലിയർ ആണോ? യെസ്. അടുത്ത് നോക്കാം. ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, ആരോഗ്യകരമായ ആഹാരശീലങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം കഴിക്കുക. ബാലൻസ്ഡ് ഡയറ്റിൽ ആഹാരം കഴിക്കുക. ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം കഴിക്കുക. രണ്ടാമത് എന്താണ് നല്ല ആഹാരശീലം? ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ, ധാരാളം വെള്ളം കുടിക്കുക. ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ, നിറയെ വെള്ളം കുടിക്കുക. മൂന്നാമത് എന്താണ്? വാഷ് ഹാൻഡ്സ് ആൻഡ് ഫുഡ്, കൈകൾ നമ്മൾ കഴുകണം. ഫുഡ്, ആപ്പിൾ, വെജിറ്റബിൾസ്, അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യണം? കഴുകണം. ബിഫോർ ഈറ്റിംഗ്, ആഹാരം കഴിക്കുന്നതിന് മുൻപ് കൈകൾ കഴുകണം. അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എന്ത് ചെയ്യണം? കഴുകണം. ആഹാര സാധനങ്ങൾ കഴുകണം. ധാന്യം, അരിയൊക്കെ ആയാലും എല്ലാം എന്ത് ചെയ്യണം? കഴുകി ഉപയോഗിക്കണം. അപ്പോൾ വാഷ് ഹാൻഡ്സ് ആൻഡ് ഫുഡ് ബിഫോർ ഈറ്റിംഗ്. വാഷ് ഹാൻഡ്സ് ആൻഡ് ഫുഡ് ബിഫോർ ഈറ്റിംഗ്, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈകളും ആഹാര സാധനങ്ങളും എന്ത് ചെയ്യണം? കഴുകണം. അവോയ്ഡ് ജങ്ക് ഫുഡ്, ജങ്ക് ഫുഡ് ഒഴിവാക്കണം. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം കഴിക്കണം. ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ, ധാരാളം വെള്ളം കുടിക്കണം. വാഷ് ഹാൻഡ്സ് ആൻഡ് ഫുഡ് ബിഫോർ ഈറ്റിംഗ്, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? കൈയും കഴുകണം, ആഹാര സാധനങ്ങളും കഴുകണം. അവോയ്ഡ് ജങ്ക് ഫുഡ്, ജങ്ക് ഫുഡ് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഷുഡ് വി വാഷ് ഫ്രൂട്ട്സ് ബിഫോർ ഈറ്റിംഗ്? നമ്മൾ പഴങ്ങൾ കഴിക്കുന്നതിന് മുൻപ് എന്തിനാ കഴുകുന്നേ? എന്തിനാ കഴുകുന്നേ പഴങ്ങൾ കഴിക്കുന്നതിന് മുൻപ്? ടു റിമൂവ് ജേംസ് ആൻഡ് ഡേർട്ട്, അതിലുള്ള അണുക്കളും അഴുക്കും കളയാൻ വേണ്ടിയിട്ടാണ്. അതിൽ ജേംസ് ഉണ്ടാവും, ഡേർട്ട്, അഴുക്കുണ്ടാവും. അണുക്കളും അഴുക്കും കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് മുൻപായിട്ട് കഴുകുന്നത്. ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? കഴുകുന്നത്. വൈ ഷുഡ് വി വാഷ് ഫുഡ് ബിഫോർ ഈറ്റിംഗ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ബിഫോർ ഈറ്റിംഗ്, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ബിഫോർ ഈറ്റിംഗ്? ടു റിമൂവ് ജേംസ് ആൻഡ് ഡേർട്ട്. ഓക്കെ. നാലാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ക്ലോത്ത് ഫോർ സമ്മർ സീസൺ? വേനൽക്കാലത്ത് അനുയോജ്യമായ വസ്ത്രം ഏതാണ്? വിച്ച് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ക്ലോത്ത് ഫോർ സമ്മർ സീസൺ? കോട്ടൺ ക്ലോത്ത്സ്, പരുത്തി വസ്ത്രങ്ങൾ. ഏതാണ്? കോട്ടൺ ക്ലോത്ത്സ്, പരുത്തി വസ്ത്രങ്ങൾ. സമ്മർ സീസൺ, വേനൽക്കാലത്ത് അനുയോജ്യം ഏതാണ്? കോട്ടൺ ക്ലോത്ത്സ്, പരുത്തി വസ്ത്രങ്ങൾ. അതിൽ ഫീച്ചേഴ്സ് ഓഫ് ക്ലോത്ത്സ് വി വെയർ ഇൻ സമ്മർ സീസൺ, സമ്മർ സീസണിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, ക്ലോത്ത്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, കോട്ടൺ ക്ലോത്ത്സ് ആർ ലൈറ്റ് ആൻഡ് തിൻ. പരുത്തി വസ്ത്രങ്ങൾ ലൈറ്റ്, കനം കുറഞ്ഞവയാണ്. തിൻ, കട്ടി കുറഞ്ഞതാണ്. ലൈറ്റ് ആൻഡ് കനവും കുറവാണ്, കട്ടിയും കുറവാണ്. അപ്പോൾ കോട്ടൺ ക്ലോത്ത്സ് ആർ ലൈറ്റ് ആൻഡ് തിൻ, പരുത്തി വസ്ത്രങ്ങൾ കനം കുറഞ്ഞവയാണ്. ദേ അബ്സോർബ് സ്വീറ്റ് ഈസിലി, നമ്മുടെ വിയർപ്പ് എന്ത് ചെയ്യുന്നു? എളുപ്പത്തിൽ വലിച്ചെടുക്കുന്നു. ദേ അബ്സോർബ് സ്വീറ്റ് ഈസിലി, ദേ അബ്സോർബ് സ്വീറ്റ് ഈസിലി, നമ്മുടെ വിയർപ്പ് അത് എളുപ്പത്തിൽ വലിച്ചെടുക്കുന്നു. ദേ കീപ് അവർ ബോഡി കൂൾ, നമ്മുടെ ശരീരത്തിന് തണുപ്പ് നൽകുന്നു. ദേ കീപ് അവർ ബോഡി കൂൾ, നമ്മുടെ ശരീരത്തിന് തണുപ്പ് നൽകുന്നു. ദേ അലോ ഈസി എയർ സർക്കുലേഷൻ,
നല്ല വായു സഞ്ചാരം എന്ത് ചെയ്യുന്നു? എളുപ്പത്തിലാക്കുന്നു. അവയിലൂടെ വായു സഞ്ചാരം എളുപ്പത്തിലാക്കുന്നു. അപ്പൊ ഈ 4 പ്രത്യേകതകളാണ് നമ്മുടെ കോട്ടൺ വസ്ത്രങ്ങൾക്ക് ഉള്ളത്. വേനൽക്കാലം സമ്മർ സീസണിലെ ക്ലോത്ത് ഏതാണ്? പരുത്തി വസ്ത്രങ്ങൾ, കോട്ടൺ ക്ലോത്ത്സ് ആണ്. കോട്ടൺ ക്ലോത്ത്സിന്റെ ഫ്യൂച്ചേഴ്സ് പ്രത്യേകതകൾ എന്തൊക്കെയാ? ലൈറ്റ് ആൻഡ് തിൻ, കട്ടി കുറഞ്ഞാണ്, കനം കുറഞ്ഞതാണ്. പിന്നെ അബ്സോർബ് സ്വീറ്റ് ഈസിലി, വിയർപ്പ് എളുപ്പത്തിൽ പിടിച്ചെടുക്കും. കീപ് അവർ ബോഡി കൂൾ, നമ്മുടെ ശരീരത്തിന് തണുപ്പ് നിലനിർത്തും. ദേ അലോ ഈസി എയർ സർക്കുലേഷൻ, വായു സഞ്ചാരം എളുപ്പത്തിലാക്കും. ഓക്കെ, ഇനി അടുത്ത് ചോദിക്കുന്നതാണ്, വിച്ച് ഡ്രസ് ഈസ് മെയ്ഡ് യൂസിങ് ദ ഫർ ഓഫ് ഷീപ്പ് ടു സർവൈവ് കോൾഡ്? നമ്മുടെ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഷീപ്പിൽ നിന്നും ചെമ്മരിയാടിൽ നിന്നും എന്തോ നമ്മുടെ അതിന്റെ തൊലി ഉപയോഗിച്ചിട്ട്, അതിന്റെ രോമം ഉപയോഗിച്ചിട്ട്, തൊലിയല്ല രോമം ഉപയോഗിച്ചിട്ട് ഡ്രസ്സ് ഉണ്ടാക്കും. ആ ഡ്രസ്സിന് എന്ത് പേരാ പറയാ? ആ ഡ്രസ്സിന് പറയുന്ന പേരെന്താ? വൂളൻ ക്ലോത്ത്സ്, കമ്പിളി വസ്ത്രങ്ങൾ. എന്താ പറയാ? വൂളൻ ക്ലോത്ത്സ്, കമ്പിളി വസ്ത്രങ്ങൾ. ഷീപ്പിന്റെ ഫർ, ഷീപ്പിന്റെ ചെമ്മരിയാടിന്റെ രോമം നിർമ്മിച്ചുണ്ടാക്കുന്ന വസ്ത്രം ഏതാണ്? വൂളൻ ക്ലോത്ത്സ്, കമ്പിളി വസ്ത്രങ്ങൾ. അപ്പോൾ നമ്മൾ 2 വസ്ത്രങ്ങൾ പറഞ്ഞു. ആദ്യം പറഞ്ഞത് എന്താണ്? വേനൽക്കാലത്താണ്. വേനൽക്കാലത്ത് എന്തായിരുന്നു? സമ്മർ സീസണിൽ എന്തായിരുന്നു? കോട്ടൺ ക്ലോത്ത്സ്, പരുത്തി വസ്ത്രങ്ങൾ. ഇനി കോൾഡ് എന്ന് പറഞ്ഞാൽ തണുപ്പ് സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? വൂളൻ ക്ലോത്ത്സ്, കമ്പിളി വസ്ത്രങ്ങൾ. ഈ വൂളൻ ക്ലോത്ത്സിന്റെ പ്രത്യേകത എന്താ? ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ശൈത്യകാല വസ്ത്രങ്ങളുടെ ഈ കോൾഡ് സീസണിലുള്ള ക്ലോത്ത്സിന്റെ പ്രത്യേകത എന്താണ്? ദേ കീപ് ദ ബോഡി വാം, ശരീരത്തിന് നല്ല ചൂട് നൽകും. നമ്മുടെ പരുത്തി വസ്ത്രം കൂൾ, തണുപ്പ് നൽകും. നമ്മുടെ ഈ എന്താണ് കോൾഡ് സീസണിലുള്ള ഡ്രസ്സ് വൂളൻ ക്ലോത്ത്സ് എന്താ തരിക? വാം, ചൂട് നൽകും. ദേ ഹെൽപ് ടു റെസിസ്റ്റ് കോൾഡ് വിൻഡ്സ്, തണുത്ത കാറ്റിനെ പ്രതിരോധിക്കും. ദേ ഹെൽപ് ടു റെസിസ്റ്റ് കോൾഡ് വിൻഡ്സ്, ദേ ഹെൽപ് ടു റെസിസ്റ്റ് കോൾഡ് വിൻഡ്സ്. അതായത് തണുത്ത കാറ്റടിക്കുമല്ലോ, അതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ തരും, പ്രതിരോധിക്കും. ഇപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, മനസ്സിലായോ? സംശയമില്ലല്ലോ? ഇല്ല. മണ്ണിനെ സംരക്ഷിക്കേണ്ട ആവശ്യകത എന്ന വിഷയത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. മണ്ണിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത, നീഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് സോയിൽ എന്ന വിഷയത്തിൽ. അപ്പോൾ മണ്ണിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ട് എന്ത് ചെയ്യണം? ഒരു ചിത്രം വരയ്ക്കണം, നമ്മുടെ ബോർഡർ വരയ്ക്കണം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റൻസ് എന്ത് ചെയ്യണം? നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. സേവ് സോയിൽ, സേവ് ലൈഫ്. മണ്ണിനെ സംരക്ഷിക്കൂ, ജീവനെ നിലനിർത്തൂ. ഇത് എഴുതാം. വെൻ സോയിൽ ഡൈസ്, മാൻ ഡൈസ്. മണ്ണ് നശിച്ചാൽ മനുഷ്യനെ നശിക്കും. പ്ലാന്റ് എ സാപ്ലിംഗ് പ്രൊട്ടക്ട് ദ എർത്ത്. തൈ നടാം, മണ്ണിനെ കാക്കാം. ഡു നോട്ട് പൊല്യൂട്ട് സോയിൽ, തിങ്ക് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. മണ്ണിനെ മലിനമാക്കരുത്, ഭാവി തലമുറയെ കരുതൂ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് ആ പോസ്റ്ററിനെ മനോഹരമാക്കാം. പോസ്റ്ററിൽ ഒരു ചിത്രം വേണം, ബോർഡർ വേണം, ഒരു സെന്റൻസ് ഒരു വാക്യം നമ്മൾ എഴുതണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മണ്ണിനെ കുറിച്ചുള്ള മണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് നമുക്ക് ഒരു വാക്യം ഓർമ്മിച്ച് വെക്കാം. സേവ് സോയിൽ, സേവ് ലൈഫ്. ഇനി വാട്ടർ ആണെങ്കിലോ, സേവ് വാട്ടർ, സേവ് ലൈഫ്. നമുക്ക് ഈ സേവ് എന്നുള്ളത് എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സേവ് സോയിൽ, സേവ് ലൈഫ്. സേവ് വാട്ടർ, സേവ് ലൈഫ്. ഓക്കെ, മനസ്സിലായോ? ഈസി അല്ലേ? ഓർമ്മയിരിക്കില്ലേ? യെസ്. മണ്ണിനെ സംരക്ഷിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം? തിങ്സ് വി മസ്റ്റ് ഡു ടു പ്രൊട്ടക്ട് സോയിൽ. മണ്ണിനെ സംരക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യണം? ഈസി ആയിട്ട് ടീച്ചർ പറഞ്ഞുതരാം. പ്ലാന്റ് മോർ ട്രീസ്. ധാരാളം മരങ്ങൾ നടുക. പ്ലാന്റ് മോർ ട്രീസ്. നിറയെ മരങ്ങൾ നടുക. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിൽ തള്ളരുത്. ഡു നോട്ട് ഡംപ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ സോയിൽ. ഡു നോട്ട് ഡംപ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ സോയിൽ. പ്ലാസ്റ്റിക് വേസ്റ്റ് മണ്ണിലിടരുത്. അടുത്തെന്താണ്? അവോയ്ഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, യൂസ് ഓർഗാനിക് വൺ. രാസവളങ്ങൾ ഒഴിവാക്കി ജൈവവളം ഉപയോഗിക്കുക. അവോയ്ഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, യൂസ് ഓർഗാനിക്. അടുത്തെന്താ? ടേക്ക് മെഷേഴ്സ് ടു പ്രിവെന്റ് സോയിൽ ഇറോഷൻ. മണ്ണൊലിപ്പ് തടയാൻ നടപടികൾ സ്വീകരിക്കുക. അപ്പൊ 2 എണ്ണമായിരിക്കും, നിങ്ങൾ 2 അല്ലെങ്കിൽ 3 എണ്ണമായിരിക്കും എഴുതാനുണ്ടാവുക. നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. പ്ലാന്റ് മോർ ട്രീസ്, ഡു നോട്ട് ഡംപ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ സോയിൽ, അവോയ്ഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, യൂസ് ഓർഗാനിക് വൺസ്. ധാരാളം മരങ്ങൾ നടുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിൽ തള്ളരുത്, രാസവളങ്ങൾ ഒഴിവാക്കി ജൈവവളം ഉപയോഗിക്കുക. ഓർമ്മയിരിക്കോ? ഓർമ്മയിരിക്കില്ലേ? യെസ്. അപ്പോൾ നമ്മൾ വസ്ത്രത്തിന്റെ കാര്യം പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യമായിരുന്നു. ഹെൽത്തിനെ കുറിച്ച് പഠിച്ചു, വസ്ത്രത്തിന്റെ കാര്യം പഠിച്ചു, മണ്ണിനെ കുറിച്ച് പഠിച്ചു. ഇതെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കുമല്ലോ? ഓക്കെ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ
കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.